ഏറ്റവും ഒടുവിലായിട്ട് അങ്ങയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഇപ്പോൾ സ്ഥാനാർത്ഥികളാക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് യുവമുഖങ്ങളെ കുറിച്ച് അവരുടെ കീപ്പബിലിറ്റി എന്താണ് എന്നൊക്കെ വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. ഒരുപക്ഷെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് അങ്ങ് എഴുതിയതാണത്. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു ദീർഘവീക്ഷണം ഉണ്ടായത് ഈ കുട്ടികളെ കുറിച്ചൊക്കെ? അല്ല, എൻ്റെ ഫ്രം മൈ എക്സ്പീരിയൻസ് ഞാൻ നോക്കിയത് പുതിയ കാലഘട്ടത്തിനെ കുറിച്ച് ഞാൻ എപ്പോഴും ഓൾവേസ് വറീഡാണ്. ഈ പഴയതുപോലെ ഇനി അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല പാർട്ടികൾക്കൊക്കെ. അപ്പോൾ ജെൻസി എന്നൊക്കെ വിളിക്കുന്ന പുതിയ ചെറുപ്പക്കാർ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക എക്സ്പ്ലോഷൻ തന്നെ ഉണ്ടായിട്ടുണ്ട് എഡ്യൂക്കേഷൻ്റെ രംഗത്ത്. ഒരുപാട് ഡോക്ടർമാർ, എൻജിനീയർമാർ, IAS ഓഫീസർമാർ, IPSകാർ, നല്ല വിവരമുള്ളവർ, വായനക്കാർ, എഴുത്തുകാർ, ഇത് ഇത്ര ഉണ്ടായൊരു കാലഘട്ടം ഉണ്ടായില്ല ഇതിനു മുമ്പ്. അപ്പോൾ അതിങ്ങനെ വരികയാണ്. അവരൊക്കെ പോളിറ്റിക്സിലുണ്ട് കുറേ പേര്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കൂടെ നിൽക്കുന്ന യുവജനങ്ങളിൽ നല്ലൊരു ശതമാനം പുതിയ തലമുറ അവർ നല്ല അറിവുള്ളവരും പ്രാപ്തിയുള്ളവരും കഴിവുള്ളവരൊക്കെയാണ്. അതിൽ പെൺകുട്ടികളുമുണ്ട്. അവരാണ് ഈ ഹരിത എന്നൊക്കെ പറഞ്ഞ് വേറെ ഒക്കെ അന്ന് ഉണ്ടായത്. അപ്പോൾ അതിൽ കുറച്ച് ആളുകൾ അതുകൊണ്ട് ഈ പുതിയ തലമുറയിൽപ്പെട്ടവരെ ബഹുമാനിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പാർട്ടിയെ പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായി നയിക്കുകയും വേണമെന്നുള്ളൊരു വിഷനാണ് ഞാൻ അവിടെ എക്സ്പ്രസ് ചെയ്തത് ഈ ബുക്കിൽ. പഴയത് മതിയാവില്ല എന്ന്, ഇനിയുള്ള കാലത്ത് പഴയത് മതിയാവില്ല എന്നുള്ള, പഴയ രീതികൾ മതിയാവില്ല, ശൈലി മതിയാവില്ല. അതുകൊണ്ട് ലീഡർഷിപ്പിലും മറ്റു കാര്യങ്ങളിലൊക്കെ അവരെ സാധിക്കുന്ന കുറേ ആളുകളുണ്ട് എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തപ്പോൾ ഓർമ്മയിൽ വന്ന കുറച്ച് പേരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ ഈ ഫാത്തിമ തഹ്ലിയ, നജ്മ തബ്ഷീറ, പിന്നെ ഈ ഫൈസൽ ബാബു, നവാസ്, ഫിറോസ്, ഇങ്ങനെ പറഞ്ഞ് കുറേ ആൾക്കാർ പേര് പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ ഞാൻ എടുത്തു നോക്കിയപ്പോൾ ഈ ജയന്തി രാജൻ വരെ എടുത്തു നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഇതൊക്കെ ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒന്നിച്ച് നിരന്നു വന്ന് എൻ്റെ ആ ബുക്കിലുള്ളതൊക്കെ അതൊരു യാദൃശ്ചികതയാണ്. അപ്പോൾ ഞാൻ എഴുതിയത് പാർട്ടി ഒരു അംഗീകരിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.